സഖ്യകക്ഷിയായ ഓസ്ട്രേലിയ ഇറക്കുമതി തീരുവ ചുമത്താൻ തീരുമാനമെടുത്ത അമേരിക്കൻ ഭരണകൂടം US നടപടിയിൽ കടുത്ത പ്രതിഷേധത്തിലാണ് ഓസ്ട്രേലിയയിലെ പ്രതിപക്ഷ പാർട്ടികൾ. ഓസ്ട്രേലിയയിൽ നിന്നും സ്വരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ ചുമത്തുവാനുള്ള തീരുമാനവുമായി അമേരിക്കൻ ഭരണകൂടം മുന്നോട്ട് പോവുകയാണ്. പ്രധാന ഉൽപ്പന്നങ്ങളായ അലൂമിനിയത്തിനും ഉരുക്കിനും തീരുവ ചുമത്തുന്ന തീരുമാനത്തിൽ നിന്നും ഇളവ് നേടുന്നതിനായി ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി വലിയ പരിശ്രമമാണ് നടത്തിയത്. എന്നാൽ ആ ശ്രമങ്ങൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് ഇറക്കുമതി തീരുവ ചുമത്തുവാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുമെന്ന് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കി. ഈ തീരുമാനത്തോട് ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി പ്രതികരിച്ചത്, വളരെ നാളുകളായി നല്ല ഉഭയകക്ഷി ബന്ധമുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. ഈ തീരുമാനം ഉഭയകക്ഷി ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ തീരുമാനത്തിന് മറുപടിയായി ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്ന് ഇറക്കുമതി തീരുവ ചുമത്തുവാനുള്ള ഒരു തീരുമാനം തൽക്കാലം ഉണ്ടാവില്ല. അങ്ങനെ ചെയ്താൽ അത് രാജ്യത്തെ സാമ്പത്തിക രംഗത്തെ പ്രതികൂലമായി ബാധിക്കും, രാജ്യത്ത് പണപ്പെരുപ്പം കൂടുവാൻ ഇടയാക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു തീരുമാനം തൽക്കാലം ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം തന്നെ ഓസ്ട്രേലിയയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പീറ്റർ ഡട്ടൺ ഈ തീരുമാനത്തിൽ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞത്, ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി രാജ്യത്ത് മാത്രമല്ല സഖ്യരാജ്യങ്ങൾക്കിടയിൽ തന്നെ ദുർബലനായ ഒരു പ്രധാനമന്ത്രിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു തീരുമാനമാണ് ഇത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത്തരത്തിൽ വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഓസ്ട്രേലിയയിൽ ഈ തീരുമാനം വഴിവെച്ചിരിക്കുകയാണ്. സ്വരാജ് സെബാസ്റ്റ്യനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്.